Now we can see the characteristics. Attention characteristics എന്തൊക്കെയാണെന്ന് നോക്കാം. Attention characteristics എന്തൊക്കെയാണ്? ഒന്ന്, attention വളരെ selective ആണ്. നമുക്ക് 7 characteristics discuss ചെയ്യാനുണ്ട്. So first one is selective. Selective എന്ന് പറഞ്ഞാൽ എന്താ? Attention allows us to focus on relevant information while ignoring distractions. അതായത് നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ എന്താ ഫോക്കസ് ചെയ്യാന്ന് പറയുന്നത് എന്താ? ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ്, അല്ലേ? വേണ്ടാന്ന് വെക്കുകയാണ്. അതായത് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡ്രസ്സ് ചൂസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോ ഒരു കടയിൽ പോയി ഒരു ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ എന്താ, കുറെ ഡ്രസ്സുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യും, അല്ലെ? അറ്റൻഷനും അതേപോലെയാണ്. ഡ്രസ്സുകൾക്ക് പകരം നമുക്ക് അവിടെ എന്താ ഉള്ളത്? കുറെ അധികം സ്റ്റിമുലൈ ഉണ്ട്, അല്ലെ? കുറെ അധികം സ്റ്റിമുലൈ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ ഇരിക്കാന്ന് വെച്ചോ. ക്ലാസ്സിലിരിക്കുമ്പോൾ ടീച്ചർ പറയുന്ന കാര്യങ്ങളുണ്ട്, അപ്പുറത്തിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, നമ്മുടെ ചുറ്റും നടക്കുന്നതുണ്ട്, അല്ലെങ്കിൽ അതിലെ ഒരു പ്യൂൺ നടന്നു പോകുന്നുണ്ടാവും, പുറത്തൂടെ വണ്ടി പോകുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു 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 എന്താ പറയാ, സൈമൾട്ടേനിയസ്ലി ഒക്കർ ചെയ്യുന്ന ഒത്തിരി സ്റ്റിമുലസിന്റെ ഇടയ്ക്ക് നമ്മൾ എന്താ പറയാ, ഒരു സ്റ്റിമുലസിൽ ഫോക്കസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഐഡിയലി നമ്മൾ എന്ത് ചെയ്യണമെന്ന് എല്ലാവരും പറയുന്നത്? നമ്മൾ ടീച്ചർ പറയുന്നത് കേൾക്കണം, ബാക്കി സ്റ്റിമുലസ് എല്ലാം അവോയ്ഡ് ചെയ്ത് ടീച്ചർ ക്ലാസ്സിൽ എന്താ പഠിപ്പിക്കുന്നത് അത് നമ്മൾ. സോ അറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്? സെലക്റ്റീവ് ആണ്. പല സ്റ്റിമുലൈസ് ഉള്ളതിനിടയ്ക്ക് നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ അറ്റൻഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ദാറ്റ് ഇസ് ലിമിറ്റഡ് ആൻഡ് നാരോ. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഇസ് ലിമിറ്റഡ് ആൻഡ് നാരോ. We can only attend to a few things at once due to cognitive constraints. അതായത് നമുക്ക് സൈമൾട്ടേനിയസ്ലി ഇതെല്ലാം കൂടെ ശ്രദ്ധിക്കാൻ പറ്റുമോ? ഈ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ എന്തുണ്ട്? ലിമിറ്റേഷൻ ഉണ്ട്. അല്ലാതെ ഇപ്പൊ നമ്മൾ വേറൊരു കുട്ടിയോട് സംസാരിക്കാൻ പോകുമ്പോൾ ടീച്ചർ നമ്മളെ വഴക്ക് പറയുന്നത് എന്തുകൊണ്ടാ? നമ്മൾ വേറൊരു കുട്ടിയോട് സംസാരിക്കാൻ പോകുമ്പോൾ നമ്മുടെ ടീച്ചറിൽ കൊടുത്തിരിക്കുന്ന അറ്റൻഷൻ നമ്മുടെ പോയി, അല്ലേ? അപ്പം നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് രണ്ടും കേൾക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ടീച്ചർ നമ്മളെ വഴക്ക് പറയണോ? ഇല്ല. സോ സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? കുറവാണ്. അറ്റൻഷൻ എന്ന് പറയുന്നത് വളരെ നാരോ ആണ്. കാരണം നമ്മുടെ കോഗ്നിറ്റീവ് സ്കിൽസ് എന്താണ്? നാരോ ആണ്. നമുക്ക് ഒരു സമയത്ത് ഒന്നോ രണ്ടോ കാര്യങ്ങളെ പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്തായി? നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അറ്റൻഷൻ കൊടുക്കാൻ പറ്റത്തില്ല. സോ അറ്റൻഷൻ എന്താണ്? ലിമിറ്റഡ് ആണ്, നാരോ ആണ്. പിന്നെ എന്താണ്? ഫ്ലെക്സിബിൾ ആണ് അറ്റൻഷൻ. അറ്റൻഷൻ ക്യാൻ ബി വോളണ്ടറിലി ഡയറക്റ്റഡ് ബട്ട് ക്യാൻ ഓൾസോ ബി ഡ്രോൺ ടു അൺഎക്സ്പെക്റ്റഡ് സ്റ്റിമുലൈ. അതായത് എന്താ പറയാ, വോളണ്ടറിലിയും ആവാം, ഇൻവോളണ്ടറിലിയും ആകാം, അല്ലേ? അറ്റൻഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ച് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാം, അല്ലേ? അത് ചെയ്യാം. അല്ല, പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു, നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ലേ? പെട്ടെന്ന് നമ്മുടെ അറ്റൻഷൻ ക്യാച്ച് ചെയ്യത്തില്ലേ? സോ അറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലെക്സിബിൾ ആണ്. ഇറ്റ് ക്യാൻ ഹാപ്പൻ വോളണ്ടറിലി ഓർ ഇൻവോളണ്ടറിലി. പിന്നെ എന്താണ്? അറ്റൻഷനിൽ എന്തുണ്ട്? മോട്ടോർ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. So attention involves certain motor adjustments called as accommodator movements of the concerned sense organs. അതായത് ഇപ്പൊ നമ്മൾ നോക്കുകയാണ്, നമ്മൾ എന്താ പറയാ, എന്തെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഒരു പൊസിഷനും ഒരു പോസ്റ്റർ ഓഫ് ദ ബോഡി എന്തായി? ചെറുതായിട്ടൊന്ന് മാറും. അതായത് നമുക്ക് ആ ഒരു കാര്യം പെർസീവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയും അതനുസരിച്ച് അലൈൻ ചെയ്യും. അതിനെ പറയുന്നതാണ് അക്കോമഡേറ്റർ മൂവ്മെന്റ്സ് എന്ന്. ഓക്കെ, സോ അറ്റൻഷൻ എന്താണ്? Attention will have in the motor adjustments. പിന്നെ എന്താണ്? നെക്സ്റ്റ് പറയുന്നത് ക്വാളിറ്റി ഓഫ് ഇന്റർവെൻഷൻ ആണ്. അറ്റൻഷൻ is focusing on novel things and ideas. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തന്നെ പറയാ, അല്ലെങ്കിൽ കേട്ട് നമുക്ക് നല്ല പരിചയമായ കാര്യങ്ങൾ തന്നെ നടക്കുമ്പോൾ നമ്മൾ അതിന് അറ്റൻഷൻ കൊടുക്കൂ? ഇല്ല. എന്നാൽ പുതിയൊരു കാര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ എന്തായി? അത് തന്നെ അതിനെന്തായി? അറ്റൻഷൻ കിട്ടും. ഓക്കെ, സോ ക്വാളിറ്റി ഓഫ് ഇൻവെൻഷൻ എന്താ ചെയ്യുന്നുണ്ട്? അറ്റൻഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? ക്ലാരിറ്റി ഓഫ് പെർസെപ്ഷൻ. ക്ലാരിറ്റി ഓഫ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റൻഷൻ ഈസ് അബൌട്ട് ഗെറ്റിംഗ് എ തോട്ട് ക്ലിയർലി ഓൺ മൈൻഡ്. നമുക്ക് പല കാര്യങ്ങളും നടക്കുന്നതിനിടയ്ക്ക് ഒരു ക്ലിയർ ആയിട്ട് കിട്ടുന്ന തോട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റൻഷൻ ഉണ്ട് എന്ന് പറയുന്നത്. സോ അറ്റൻഷൻ ഈസ് ഓൾ അബൌട്ട് എന്ത്? ക്ലാരിറ്റി. ഓക്കെ, അറ്റൻഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു കാര്യത്തിൽ നമ്മൾ ക്ലാരിറ്റി കൊണ്ടുവരികയാണ്. നമ്മുടെ മൈൻഡിൽ നമ്മൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റൻഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് നെക്സ്റ്റ് വൺ? പ്രിപ്പയർഡ്നെസ് ഓർ മെന്റൽ അലേർട്ട്നെസ്. അതായത് എന്താണ്? ഈ ക്ലാരിറ്റി പോലെ തന്നെയാണ് അറ്റൻഷൻ ഈസ് ഫോക്കസിങ് കോൺഷ്യസ്നെസ് ഓൺ എ പെർട്ടിക്കുലർ ഐഡിയ, ഒബ്ജക്ട് or thought, and it requires a kind of preparedness or mental alertness. അതായത് അറ്റൻഷൻ നമ്മൾ ഒരു കാര്യത്തിന് കൊടുക്കണമെങ്കിൽ നമ്മൾ തന്നെ എന്തായി? നമ്മുടെ മനസ്സിനെ അതിനായിട്ട് പാകപ്പെടുത്തണം, അല്ലേ? സോ നമുക്ക് തന്നെ ഒരു പ്രിപ്പറേഷനും ഒരു മെന്റൽ അലേർട്ട്നെസ്സും വരുന്നുണ്ട് നമ്മൾ അറ്റൻഷൻ ചെയ്യുന്ന ആ സമയത്ത്, അതായത് അറ്റൻഷൻ കൊടുക്കുന്ന സമയത്ത്. സോ അറ്റൻഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് എന്താണ്? സെലക്റ്റീവ് ആണ്,
അതായത് പല കാര്യങ്ങൾ പലതെന്ന് നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യുന്നതാണ്. പിന്നെ എന്താണ് ലിമിറ്റഡ് ആണ്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണ് ഫ്ലെക്സിബിൾ ആണ്, തന്നെയും അല്ലെങ്കിൽ നമുക്ക് വോളണ്ടറി ആയിട്ടും അറ്റൻഷൻ ചെയ്യാം, ഒരു കാര്യത്തിലേക്ക് നമുക്ക് അറ്റൻഡ് ചെയ്യാം. പിന്നെ എന്താണ് മോട്ടോർ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്, ക്വാളിറ്റി ഓഫ് ഇൻവെൻഷനിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലാരിറ്റി, അറ്റൻഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ് ക്ലാരിറ്റി ഓഫ് പെർസെപ്ഷൻ ആണ്. പിന്നെ ലാസ്റ്റ് വൺ പറയുന്നത് എന്താണ് അറ്റൻഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു മെന്റൽ അലേർട്ട്നെസിന്റെ സ്റ്റേറ്റ് ആണ്. Okay, so these are the characteristics of attention.